ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയുന്നത് കാര്യം നിങ്ങൾ സ്വപ്നം കാണുക എന്നാണ്. ഡോക്ടർ മർഹൂം മുഹ്യിദ്ദീൻ ആലുവായ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഈ മഹത്തായ സ്ഥാപനം. ഈ സ്ഥാപനത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി റഷാദ് ഉണർന്നിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ഒരു ഉറക്കത്തിൽ കാണുകയും ചെയ്ത ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഇവിടെ ഇസ്ലാം പാഠശാല എന്ന പേരിൽ മലയാളത്തിലെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റായി ഇപ്പോൾ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സ്വപ്നങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ സ്വപ്നമായിരുന്നു. ഫറൂഖ് കോളേജ് മൗലാന അബു സബാഹ് അഹമ്മദ് അലി സാഹിബിൻ്റെ സ്വപ്നമായിരുന്നു. അങ്ങനെ കലാലയങ്ങൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ പലതും നല്ല നല്ല ചില സ്വപ്നങ്ങളാണ്. ഇനിയും അസ്ഹറിലെ കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും നിങ്ങളും ഞാനും നമ്മൾ ഓരോരുത്തരും നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക. അതിനെ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ലോകത്ത് 33% ആളുകൾ സ്ഥിരമായി നെറ്റ് ഉപയോഗിക്കുന്നു. മുമ്പൊക്കെ ദേവാലയങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടും, ഇതുപോലുള്ള സമ്മേളന സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടും, ഉത്സവപ്പറമ്പുകളിൽ ഒരുമിച്ച് കൂടും, ആഘോഷ ദിനങ്ങളിൽ വേളകളിൽ ഒരുമിച്ച് കൂടും. ഇപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒന്ന് നെറ്റാണ്. അപ്പോൾ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കാലം ആവശ്യപ്പെടുന്ന ഒരു വലിയ ദൗത്യം ആണ് ഇവിടെ ഇപ്പോൾ ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഒരു സമ്പൂർണ്ണ വെബ്സൈറ്റ്. ഒരുപാട് സൈറ്റുകളുണ്ട്. ഇസ്ലാമിൻ്റെ വിവിധ ഭാഷകളിൽ ഒരുപാട് സൈറ്റുകളുണ്ട്. മലയാളത്തിൽ സംഘടനകൾക്ക് സൈറ്റുകളുണ്ട്, സ്ഥാപനങ്ങൾക്ക് സൈറ്റുകളുണ്ട് മുസ്ലിങ്ങളുടെ. പക്ഷെ ഇതുപോലുള്ള ഒരു സമ്പൂർണ്ണ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ആവശ്യത്തിനാണ് ഇപ്പോൾ ഇവിടെ സാക്ഷാത്കാരം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായി 5 കാര്യങ്ങൾക്കാണ് ആളുകൾ നെറ്റ് ഉപയോഗിക്കുന്നത്. ബിസിനസ് ടൂൾ ആയിട്ട് ഉപയോഗിക്കാറ്, എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രധാനമായി ചെറുപ്പക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ നെറ്റിലേക്ക് കയറുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. അത് മ്യൂസിക്, ഗെയിം, മൂവി, ചാറ്റിംഗ്. പ്രധാനപ്പെട്ട സമയം ഉറക്കമുളച്ചിരുന്നു കൊണ്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ബിസിനസ്സിന് ഉപയോഗിക്കുന്നു, ചിലര് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഏറ്റവും നല്ല 2 ടൂളുകളായി ഉപയോഗിക്കപ്പെടുന്നത് ഒന്ന് ഇൻഫർമേഷൻ ലേണിംഗ്, ഇൻഫർമേഷൻ ടൂളായിട്ടും ലേണിംഗ് ടൂളായിട്ടാണ്. ഒരു എളിയ നിരീക്ഷണത്തിൽ 2 കാര്യങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. ഒന്ന് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള, ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സങ്കേതമായി തീർച്ചയായിട്ടും ഇത് മാറാനുള്ളൊരു സാധ്യത. മറ്റൊന്ന്, ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന പഠിതാക്കൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇസ്ലാമികമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രബോധകന്മാർക്ക് പരിശീലനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ട്രെയിനേഴ്സിന്, എന്തിനധികം വെള്ളിയാഴ്ച ജുമുഅത്ത് ഖുതുബ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പോലും നല്ല ലേണിങ്ങിനും ഇൻഫർമേഷനും സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ തലത്തിലേക്ക് ഉയരാൻ ഈ സൈറ്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.